US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലെത്തിയിരിക്കുകയാണ്. ഇസ്രയേലുമായി സൗദി അറേബ്യയുടെ ബന്ധം അധികം വൈകില്ല എന്നാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞത്. നിലവിലെ സാഹചര്യത്തിൽ ഇനി എന്താണ് സൗദി അറേബ്യയും ഇസ്രയേലും തമ്മിൽ സംഭവിക്കുക? നിലവിലെ ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം എന്താണ്? ഇതാണ് ആദ്യം പരിശോധിക്കുന്നത്. സൗദിയും ഇസ്രയേലും തമ്മിൽ ബന്ധം സ്ഥാപിക്കാനിരിക്കെയായിരുന്നു ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണം. പിന്നാലെ ഇസ്രയേൽ ആക്രമണം തുടങ്ങി. ഇതോടെ ഇസ്രയേൽ ബന്ധമെന്ന വിഷയം സൗദി ഉപേക്ഷിച്ചു. ഫലസ്തീൻ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയായതോടെ അവർക്ക് രാഷ്ട്രമില്ലാതെ ഇസ്രയേലുമായി ബന്ധമുണ്ടാകില്ലെന്നായിരുന്നു സൗദി കിരീടാവകാശിയുടെ പ്രഖ്യാപനം. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് എത്തിയതോടെ സൗദി ഇസ്രയേൽ ബന്ധ സാധ്യത വീണ്ടും ചർച്ചയാവുകയാണ്. ബന്ധത്തിലേക്ക് അധികകാലം കാത്തിരിക്കേണ്ടി വരില്ലെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. വിഷയത്തിൽ സൗദി പ്രതികരിച്ചിട്ടില്ല. എന്ത് ഉപാധിയാകും വെക്കുകയെന്നതും വ്യക്തമല്ല. ഇതിന്റെ വിശകലനത്തിന് നിലവിലെ ചില സാഹചര്യങ്ങൾ തിരിച്ചറിയണം. ട്രംപിന്റെ US പ്രസിഡന്റായുള്ള തിരിച്ചുവരവ്, ഹമാസ് ഇസ്രയേൽ വെടിനിർത്തൽ, പൂർണ്ണമായും നിർജീവമായ ഫലസ്തീൻ അതോറിറ്റി, കൂടുതൽ ജനകീയ കരുത്തു നേടിയ ഹമാസ്, US-ന്റെ ആയുധ സാമ്പത്തിക പിന്തുണ തേടുന്ന സൗദി. ഈ പശ്ചാത്തലങ്ങൾ പരിഗണിച്ചു വേണം സൗദി ഇസ്രയേൽ ബന്ധം എന്താകുമെന്ന് പറയാൻ. ജെറുസലേം ആസ്ഥാനമായി ഫലസ്തീന് സ്വന്തം രാഷ്ട്രമെന്ന ആവശ്യം അംഗീകരിച്ചാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ഇസ്രയേലുമായി ബന്ധമാകാമെന്നതാണ് സൗദി നിലപാട്. ഇതിന് ഇസ്രയേൽ വഴങ്ങാത്ത സാഹചര്യത്തിൽ ട്രംപിന്റെ നിലപാടും നിർണായകമാണ്. സൗദിയുമായി മികച്ച ബന്ധമുള്ള ബിസിനസ്സുകാരൻ കൂടിയാണ് US പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ്. രണ്ടാം ഊഴത്തിൽ ട്രംപിന്റെ ആദ്യ വിദേശ സന്ദർശനം എവിടേക്കാകുമെന്ന ചോദ്യത്തിന് ട്രംപിന് ഉത്തരമുണ്ട്. പരമ്പരാഗതമായി US പ്രസിഡന്റുമാർ UK-യിലേക്കാണ് ആദ്യം പോകാറ്. എന്നാൽ ആദ്യമായി US പ്രസിഡന്റായപ്പോൾ ട്രംപ് പോയത് സൗദിയിലേക്ക്. $450 ബില്യൺ ആയുധ കരാറാണ് അന്ന് ട്രംപ് സൗദി കിരീടാവകാശിയിൽ നിന്നും ഒപ്പിട്ടു വാങ്ങിയത്. ഇത്തവണയും ഇതേ തുകക്ക് കരാറിന് സൗദി തയ്യാറാണെങ്കിൽ പോകാൻ തയ്യാറാണെന്നാണ് ട്രംപിന്റെ നിലപാട്. ഇത് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം സൗദി കിരീടാവകാശി US പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. $600 ബില്യൺ നിക്ഷേപം സൗദി US-ൽ നടത്തുമെന്നാണ് കിരീടാവകാശിയുടെ വാക്ക്. അത് പക്ഷേ 4 വർഷത്തിനകമായിരിക്കും. നേരത്തെ $400 ബില്യണിലേറെ സൗദി ചിലവാക്കിയത് ഒറ്റ ഡീലിനായിരുന്നു. ട്രംപ് വന്നാൽ സൗദിയുടെ പുതിയ ചക്രവാളമാകും നിക്ഷേപ രംഗത്ത് തുറക്കുക എന്നത് ഉറപ്പാണ്. അതിനേക്കാൾ പടിഞ്ഞാറ് നോക്കുന്നത് ഇസ്രയേൽ ബന്ധം എന്താകുമെന്നതാണ്. ട്രംപ് സൗദിയിലേക്കെത്തിയാൽ സ്വാഭാവികമായും ചർച്ചയാവുക ഇസ്രയേലുമായുള്ള ബന്ധമായിരിക്കും. അബ്രഹാം അക്കോർഡ്സിന്റെ അടിസ്ഥാനത്തിൽ UAE-യും ബഹ്റൈനും മൊറോക്കോയും സുഡാനുമെല്ലാം ഇസ്രയേലിന് കൈ കൊടുത്തിരുന്നു. അന്ന് സൗദി അതിന് തയ്യാറായില്ല. ഇതിന് സൗദിക്ക് പല കാരണങ്ങളുണ്ടായിരുന്നു. സൗദി എന്നത് വെറും ഒരു രാഷ്ട്രമല്ല എന്നതാണ് സൗദിയിലെ വിദേശകാര്യ വിദഗ്ധനായ അബ്ദുൽ അസീസ് ഗാഷിയാൻ ജെറുസലേം പോസ്റ്റിൽ ഇതേക്കുറിച്ച് എഴുതിയത്. അത് ലോക മുസ്ലിങ്ങളുടെ ഇരുഹറം സ്ഥിതി ചെയ്യുന്ന മേഖലയാണ്. ഒപ്പം ഗോത്രങ്ങളുടെ നിലപാടുകളും ഇവിടെ നിർണായകമാണ്. മറ്റുള്ളവരെ പോലെ അത്ര എളുപ്പമല്ല സൗദിക്ക് ഇസ്രയേൽ ബന്ധമെന്നും ഇദ്ദേഹം കഴിഞ്ഞയാഴ്ച ജെറുസലേം പോസ്റ്റിൽ എഴുതിയിരുന്നു. സൗദി ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ചാൽ മേഖലയിലെ പല രാജ്യങ്ങളും അതിന് തുനിയും. UAE-യും ബഹ്റൈനും ബന്ധം പുനഃസ്ഥാപിച്ചതിന് പിന്നാലെ സൗദിയും അതിലേക്കുള്ള ചർച്ചയിലേക്ക് എത്തിയിരുന്നു. ഇസ്രയേലുമായി ബന്ധം ഉടനെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കിരീടാവകാശി പറയുകയും ചെയ്തു. US നേതൃത്വത്തിലായിരുന്നു ചർച്ചകൾ. US പിന്തുണയില്ലാതെ പശ്ചിമേഷ്യയിൽ ഭരണകൂടങ്ങൾക്ക് സ്വസ്ഥമായ ഭരണം സാധ്യമാകില്ല. മേഖലയിലെ അസ്ഥിരതകൾ ഇല്ലാതാക്കുന്നതിലും സൃഷ്ടിക്കുന്നതിലും US ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളുടെ പങ്ക് ചെറുതല്ല. ഇതിനൊപ്പം പ്രതിരോധ മേഖലയിലെ മികച്ച ആയുധങ്ങൾ ലഭിക്കാനും US പിന്തുണ വേണം. ഇതെല്ലാം കണക്കിലെടുത്താണ് പലരും US ബന്ധം സ്ഥാപിക്കാറുള്ളതും നിലനിർത്താറുള്ളതും. സൗദിയുമായുള്ള ചർച്ചകൾക്കൊടുവിൽ 2023 ഒക്ടോബറിൽ US മധ്യസ്ഥതയിൽ ചർച്ച നടക്കാനിരിക്കെയായിരുന്നു ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണം. ഇതോടെ സ്ഥിതിഗതികൾ മാറിമറിഞ്ഞു.
ഇപ്പോൾ സ്ഥിതി വ്യത്യസ്തമാണ്. 2020 അറബ് രാഷ്ട്രങ്ങൾ ഇസ്രയേലുമായി ബന്ധം സ്ഥാപിച്ചപ്പോഴുള്ള സ്ഥിതിയല്ല ഇപ്പോഴുള്ളത്. ഫലസ്തീൻ എന്നത് ഇന്ന് ആഗോളതലത്തിൽ തന്നെ പ്രധാന ചർച്ചാ വിഷയമാണ്. അവർക്ക് രാഷ്ട്രമെന്നതും മുമ്പെങ്ങും ഇല്ലാത്ത വിധം ചർച്ചയായിട്ടുണ്ട്. ഹമാസിന്റെ ഇസ്രയേൽ ആക്രമണത്തോടെ ഫലസ്തീനെതിരായ ഇസ്രയേലികളുടെ വിദ്വേഷവും വർദ്ധിച്ചു. തകർന്ന് തരിപ്പണമായ ഗസയിൽ ഇസ്രയേലിനെതിരെ കാര്യമായൊന്നും ചെയ്യാതിരുന്ന ഫലസ്തീൻ അതോറിറ്റിക്കെതിരെ ഫലസ്തീൻ ജനതയുടെ പ്രതിഷേധവും ശക്തമായി. ദുർബലമായ ഫലസ്തീൻ അതോറിറ്റിയെ ജനം വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നതാണ് നിലവിലെ സർവേ ഫലങ്ങൾ. മറുവശത്ത് 1.5 വർഷത്തോളം ഇസ്രയേലിന്റെ കിരാത ആക്രമണത്തിന് കീഴടങ്ങാതെ ബന്ദികളെ ഒളിപ്പിച്ചു വെച്ച ഹമാസാണുള്ളത്. അവർക്ക് മുമ്പിൽ ഇസ്രയേൽ അടിയറവ് പറഞ്ഞതിന് സമാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വെടിനിർത്തൽ കരാറിലെ ബന്ദി കൈമാറ്റം. ഹമാസിന് ഫലസ്തീനിലുടനീളം അസാമാന്യമായ ജനപിന്തുണ വർദ്ധിച്ചതായും ഇസ്രയേൽ മാധ്യമങ്ങൾ തന്നെ ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം സൗദി ഉൾപ്പെടെ അറബ് ലോകത്തും ഇസ്രയേലിനെതിരായ വികാരം മുമ്പെങ്ങുമില്ലാത്ത വിധം ശക്തമാണ്. സൗദിയിലെ ഇസ്രയേൽ വിരുദ്ധ വികാരത്തെക്കുറിച്ച് സൗദി പൗരനും വിദേശകാര്യ വിദഗ്ധനുമായ അബ്ദുൽ അസീസ് ഗാഷിയാൻ ജെറുസലേം പോസ്റ്റിൽ എഴുതിയതിന്റെ ചുരുക്കം ഇങ്ങനെയാണ്: സൗദിയിലെ തെരുവിൽ ഇസ്രയേലിനെതിരായ പ്രകടനങ്ങൾ കാണില്ല. പ്രകടനങ്ങൾ സൗദിയിലെ സംസ്കാരത്തിലില്ല. പക്ഷേ 2ാം ഇൻതിഫാദയ്ക്ക് ശേഷം ഏറ്റവും കടുപ്പമേറിയ ഇസ്രയേൽ വിരുദ്ധ വികാരം ഇന്ന് സൗദിയിലുണ്ട്. ഫലസ്തീന് അത്രയേറെ ഐക്യദാർഢ്യവും ഇവിടെയുണ്ട്. വിവിധ ബഹിഷ്കരണങ്ങളിൽ അത് പ്രകടമായിരുന്നു. ഈ പശ്ചാത്തലം രാജ്യത്ത് തീവ്ര ചിന്തകളെ ഉയർത്തുമെന്ന ഭയം ഭരണതലത്തിലുണ്ട്. അതിനാൽ കരുതലോടെയേ ഇസ്രയേൽ വിഷയത്തിൽ സൗദി നിലപാടെടുക്കൂ. ഈ വാക്കുകൾ വിവിധ അന്താരാഷ്ട്ര മാധ്യമങ്ങളും പ്രസിദ്ധീകരിച്ചിരുന്നു. ഇസ്രയേൽ ആക്രമണം നടന്ന ശേഷമുള്ള സർവേ ഫലവും ഇവിടെ പ്രസക്തമാണ്. ഇസ്രയേലിന്റെ ഗസ ആക്രമണം തുടങ്ങിയ ശേഷം 2023 ഡിസംബർ 21 വാഷിംഗ്ടൺ ആസ്ഥാനമായ വാഷിംഗ്ടൺ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നിയർ ഈസ്റ്റ് പോളിസിയാണ് സർവേ സൗദി പൗരന്മാർക്കിടയിൽ നടത്തിയത്. 96% പേരും സാധാരണഗതിയിലുള്ള ഇസ്രയേൽ സൗദി നയതന്ത്ര ബന്ധത്തിന് എതിരായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ പഴയ പോലെ യുഎസിന് സൗദിയെ ഇസ്രയേൽ ബന്ധത്തിലേക്ക് എത്തിക്കാനാകില്ലെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. 2 മാസം മുമ്പ് കിരീടാവകാശ വിഷയത്തിൽ സൗദി നിലപാട് വീണ്ടും വ്യക്തമാക്കിയിരുന്നു. ജെറുസലേം ആസ്ഥാനമായി ഫലസ്തീൻ രാഷ്ട്രം പിറക്കാനുള്ള വഴിയൊരുങ്ങാതെ സൗദിക്ക് ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കാനാകില്ലെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിനാൽ തന്നെ ട്രംപ് ഇസ്രയേലിനോട് ഈ വിഷയം സംസാരിക്കുക എന്നതാണ് ഇനിയുള്ള പോംവഴി. പക്ഷേ ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിച്ച് ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കുക എന്നത് ഇസ്രയേൽ പ്രധാനമന്ത്രിയും തീവ്ര ചിന്താഗതിക്കാരനുമായ നെതന്യാഹു സമ്മതിക്കുമോ എന്നതും അടുത്ത വെല്ലുവിളിയാണ്. സമാധാനത്തിലേക്ക് വിട്ടുവീഴ്ച വേണ്ടിവരുമെന്ന് നേരത്തെ ബൈഡനും നെതന്യാഹുവിനോട് പറഞ്ഞിരുന്നു. ഇറാനെ ചൂണ്ടിക്കാട്ടിയാണ് US വഴി ഇസ്രയേൽ സൗദി ബന്ധത്തിന് ശ്രമിക്കാറുള്ളത്. സമാധാന വഴി ഇറാനുമായും യമനുമായും സ്വീകരിക്കാൻ തയ്യാറായ സൗദി ഈ സിദ്ധാന്തം നിലവിൽ സ്വീകരിക്കുന്നില്ല. ഒപ്പം ഗസയെ സംബന്ധിച്ചിടത്തോളം ഹമാസിന്റെ സ്വാധീനമുയർന്നതും വിഷയത്തിൽ വെല്ലുവിളിയാകും. ഇതുവരെ ഗസ യുദ്ധത്തിന് ശേഷം ഹമാസിനെ സൗദി നേരിട്ട് വിമർശിച്ചിട്ടില്ല എന്നതും പ്രസക്തമാണ്. ഫലസ്തീൻ രാഷ്ട്രത്തിന് അന്താരാഷ്ട്ര പിന്തുണ ഉറപ്പാക്കാൻ സൗദി നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നിരുന്നു. നോർവേ ഉൾപ്പെടെ വിവിധ രാഷ്ട്രങ്ങളുടെ പിന്തുണയോടെയായിരുന്നു ഇത്. സൗദിയുടെ വൻകിട പദ്ധതികളായ നിയോം, റെഡ് സീ എന്നിവയെല്ലാം നിൽക്കുന്നത് നിലവിൽ ഇസ്രയേൽ അക്കരെ നിൽക്കുന്ന മേഖലയിലാണ്. യുദ്ധത്തിൽ പ്രക്ഷുബ്ധമായ ചെങ്കടൽ കരയിൽ ഹൂത്തികളുടെ സ്വാധീനവുമുണ്ട്. ഇതെല്ലാം യുഎസിന്റെ സൗദി ഇസ്രയേൽ ബന്ധമെന്ന വഴിയിലെ വെല്ലുവിളികളാണ്. എല്ലാവരിലേക്കും സമാധാനമെന്ന പോളിസിയിലുള്ള സൗദി ഇസ്രയേൽ വിഷയത്തിൽ എങ്ങനെ തീർപ്പിലെത്തുമെന്നതാണ് ഇനിയുള്ള മാസങ്ങളിൽ ട്രംപ് ഭരണകൂടത്തിന്റെ ചലഞ്ച്. അധികം വൈകില്ല എന്ന് അദ്ദേഹം പറയുമ്പോഴും മുന്നിൽ തെളിഞ്ഞു നിൽക്കുന്നൊരു പാതയില്ല എന്നതാണ് സത്യം. ഒറ്റവാക്കിലൂടെ ഇസ്രയേലിനെ ഭരണത്തിലേറും മുമ്പ് വെടിനിർത്തലിൽ എത്തിച്ചതിൽ ട്രംപിന് പങ്കുണ്ട്. രാജ്യത്തിന് സാമ്പത്തിക നേട്ടമുണ്ടാകുമെങ്കിൽ ഇസ്രയേലുമായി സമ്മർദ്ദത്തിനും ട്രംപ് ഒരുങ്ങുമെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നു. ട്രംപിന്റെ പശ്ചിമേഷ്യൻ ദൂതനായ സ്റ്റീവ് വിറ്റ്കോഫിന്റെ അടുത്ത ദൗത്യം ഇതായിരിക്കും. ഗസയിൽ വെടിനിർത്തൽ നടപ്പാക്കൽ നിരീക്ഷിക്കുന്ന ഇദ്ദേഹം ബന്ദികളെല്ലാം തിരിച്ചെത്തിയാൽ അടുത്ത പണി തുടങ്ങും. ഇസ്രയേലിന് അതിന് വലിയ വില കൊടുക്കേണ്ടിയും വരും. അത് ഇസ്രയേൽ സൗദി ബന്ധം എന്നതിനപ്പുറം ഫലസ്തീൻ എന്ന രാഷ്ട്രത്തിലേക്ക് കൂടി വഴിയൊരുക്കുമോ എന്നതാണ് ലോകം കാത്തിരിക്കുന്നത്.